എല്ലാവർക്കും നമസ്കാരം. എൻജിസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 2 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന പേപ്പറിന്റെ ചാപ്റ്റർ 2 ലിറ്ററേച്ചർ ഇൻ ദ റെസ്റ്റോറേഷൻ ഏജ് എന്ന ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. So, the Restoration Age changed the tone of literature in English. It made the last years of the 17th century a distinct period in English literary history. അപ്പൊ എന്തായിരുന്നു കാരണം? നമ്മൾ അറിയാം ആ റെസ്റ്റോറേഷൻ എങ്ങനെയാണ് വന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. സോ ആ ഒരു പ്യൂരിറ്റാൻസും അതിന്റെ കുറെ നിയമങ്ങളും അല്ലെങ്കിൽ അതിന്റെ കുറെ നിയന്ത്രണങ്ങളും ആൻഡ് അതിനുശേഷം നമ്മുടെ ചാൾസ് ദ സെക്കൻഡ് എവിടെ നിന്ന് ഫ്രാൻസിൽ നിന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്ന് രാജഭരണം ഏറ്റെടുത്തതും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്യൂരിറ്റാൻസും മുമ്പ് കൊണ്ടുവന്ന അല്ലെങ്കിൽ പ്യൂരിറ്റാൻസും മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ എടുത്തു മാറ്റി പകരം ഇംഗ്ലണ്ടിന്റെ പഴയ വ്യവസ്ഥകളും രീതികളും ഒക്കെ സോഷ്യൽ സെറ്റപ്പ് ആയാലും പൊളിറ്റിക്കലി ആയാലും റിലീജിയസ്ലി ആയാലും വീണ്ടും റീസ്റ്റോർ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞാണ്. സോ ആ ഒരു റെസ്റ്റോറേഷൻ ഏതിലും കാണുന്നുണ്ട്, നമ്മുടെ ആ ഒരു ലിറ്ററേച്ചറിലും എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. And it made the last years of the 17th century a distinct period in English literary history. The inevitable reaction against Puritanism had set in. Puritan severity and sobriety yielded to violent excess. As a result of his long stay in France, Charles I was accustomed to French ways. This penchant for French came to be strongly reflected in the English court. അപ്പോൾ അതായത് നമ്മുടെ പ്യൂരിറ്റാൻസും അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റൻ നിയന്ത്രണങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു ജനവികാരം അല്ലെങ്കിൽ ആ ഒരു പൊതുവികാരം എന്ത് ചെയ്തു, ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു ഈ ഒരു റെസ്റ്റോറേഷൻ ഏജ്. അല്ലെങ്കിൽ അതിനെതിരെ ആ ഒരു ഫ്രീഡം ഒക്കെ കിട്ടിയ ആ ഒരു ടൈം ആയിരുന്നു നമ്മുടെ റെസ്റ്റോറേഷൻ ഏജ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്യൂരിറ്റൻ തിയറിക്ക് എതിരെയുള്ള ഒരു സ്ട്രോങ് ഇമോഷൻസ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ആ ഒരു സ്ട്രോങ് വികാരം ഏതിലും ഉണ്ടായിരുന്നു, അവിടുത്തെ ലിറ്ററേച്ചർ റിഫ്ലക്ട് ചെയ്തു. ഏതിനെതിരെ? നമ്മുടെ പ്യൂരിറ്റൻ സിവിയറിറ്റിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു പ്യൂരിറ്റൻ നിയന്ത്രണങ്ങൾക്കും ആ ഒരു പ്യൂരിറ്റൻ രീതികൾക്കും എതിരെയുള്ള ഒരു സ്ട്രോങ് ഇമോഷൻ ഏതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു? നമ്മുടെ റെസ്റ്റോറേഷൻ ഏജിൽ ലിറ്ററേച്ചറിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല പുതുതായിട്ട് വന്ന ആര്, കിങ് ചാൾസ് ദ ഫസ്റ്റിന്റെ മകനായിട്ടുള്ള കിങ് ചാൾസ് ദ സെക്കൻഡ് ഫ്രം ഫ്രാൻസിൽ നിന്നാണ് വന്നത്. ഇതിലൊരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക്, ഹെല്ലിന്റെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 50 ലിറ്ററേച്ചർ ഇൻ ദ റെസ്റ്റോറേഷൻ ഏജിനകത്ത് ലൈൻ നമ്പർ 6 ചാൾസ് ദ ഫസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചാൾസ് ഫസ്റ്റ് അല്ല, പ്രിന്റ് മിസ്റ്റേക്ക് ആണ്, ചാൾസ് സെക്കൻഡ് ആണ്. ചാൾസ് ഫസ്റ്റിനെ നമ്മൾ ജാനുവരി 13 1649 സിവിൽ വാറിനൊക്കെ ശേഷം പാർലമെന്ററി എല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ചാൾസ് ദ സെക്കൻഡ് അദ്ദേഹത്തിന്റെ മകനാണ് എങ്ങോട്ട് പോയത്, ഫ്രാൻസിലേക്ക് പോയിട്ട് റെസ്റ്റോറേഷൻ ടൈമിൽ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്ന് രാജഭരണം ഏറ്റെടുക്കുന്നത്. സോ ആ ഒരു മിസ്റ്റേക്ക് ശ്രദ്ധിച്ചോളുക. അപ്പോൾ കിങ് ചാൾസ് സെക്കൻഡ് വാസ് അക്കസ്റ്റംഡ് ടു ഫ്രഞ്ച് വേസ്. ദിസ് പെൻഷൻ ഫോർ ഫ്രഞ്ച് കെയിം ടു ബി സ്ട്രോങ്ലി റിഫ്ലക്റ്റഡ് ഇൻ ദ ഇംഗ്ലീഷ് കോർട്ട്. അപ്പൊ അദ്ദേഹത്തിന് 30ാമത്തെ വയസ്സിലാണ് എവിടേക്ക് തിരിച്ചു വരുന്നത്, ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഓൺ 29th May ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓഫ് 29th May 1616 കിങ് ചാൾസ് സെക്കൻഡ് അദ്ദേഹത്തിന് 30ാമത്തെ പിറന്നാൾ ദിവസമാണ് എവിടേക്ക് വരുന്നത്, ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരുന്നത്. സോ അത്രയും കാലം അദ്ദേഹം ജീവിച്ചത് ഫ്രാൻസിലാണ്. അപ്പോ ആ ഒരു ഫ്രഞ്ച് രീതികൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു. ആൻഡ് വന്ന കിങ് ഒരു ഫ്രഞ്ച് രീതി അല്ലെങ്കിൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് എവിടെയും കാണാൻ തുടങ്ങി, ഇംഗ്ലണ്ടിലും കാണാനായിട്ട് തുടങ്ങി. The English writers were influenced by French literary taste, which in turn were derived from classical literature. അപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ കിങ് ചാൾസ് സെക്കൻഡ് വന്നതോടുകൂടി ഇംഗ്ലീഷ് റൈറ്റേഴ്സിൽ ഏതിന്റെ ഒരു ഇൻഫ്ലുവൻസ് വരാൻ തുടങ്ങി, ഫ്രഞ്ച് ലിറ്ററേച്ചറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരാൻ തുടങ്ങി. ആൻഡ് ഫ്രഞ്ച് ലിറ്ററേച്ചർ ഏതിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നിന്നാണ് വന്നിരിക്കുന്നത്. So, the Restoration literature was thus a breakaway from earlier standards with a tendency to emulate the French writers. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സാധനം ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടുണ്ടായതാണ് ഫ്രഞ്ച് ലിറ്ററേച്ചർ. കിങ് ചാൾസ് ദ സെക്കൻഡ് ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ ഫ്രഞ്ച് ബേസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഏതിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ എന്ത് ചെയ്യണം, ഫ്രഞ്ച് റൈറ്റേഴ്സിനെ സർപ്പാസ് ചെയ്യണം അല്ലെങ്കിൽ അവരെക്കാളും നല്ല രീതിയിൽ അല്ലെങ്കിൽ കിടിലമായിട്ട് എന്ത് ചെയ്യണം, വർക്ക്സ് എഴുതണം. അപ്പൊ അതിന് അവരെന്ത് ചെയ്തു, നേരെ ക്ലാസിക്കൽ ഇതിനെ ഡയറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്ലാസിക്കൽ
രീതികളൊക്കെ അല്ലെങ്കിൽ ക്ലാസിക്കൽ ലിറ്റററി കൺവെൻഷൻസിനെ കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങി. The writers of this period drew inspiration from Latin writers and classical literary conventions. The freshness of the Elizabethan muse and the moral earnestness of the Puritan gave way to realism, precision and elegant expression. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഒരു റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ അതുപോലത്തെ കാരോലിൻ ഏജിനൊക്കെ മുമ്പുണ്ടായിരുന്ന ആ ഒരു എലിസബത്തൻ ഏജിന്റെ അതിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷൻ. കാരണം എലിസബത്തൻ ഏജ് നമുക്കറിയാം, ഇറ്റ് വാസ് എ പീരീഡ് വെൻ ഇംഗ്ലണ്ട്, ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് വാസ് സ്ട്രോങ്ലി യുണൈറ്റഡ് അണ്ടർ ദ സ്പിരിറ്റ് ഓഫ് പാട്രിയോട്ടിസം ആൻഡ് ഹ്യൂമനിസം. ആ ഒരു പീരീഡ് ആണ് നമ്മുടെ എലിസബത്തൻ ഏജ്. സോ അങ്ങനെയുള്ള ഒരു എലിസബത്തൻ ഏജിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷനും മാത്രമല്ല റീസെന്റ് ആയിട്ട് വന്ന പ്യൂരിറ്റൻ ഏജിന്റെ ആ ഒരു മോറൽ സ്ട്രിക്ട്നെസ്സും, ഇത് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ്ചർ ആണ് ഏതിൽ കാണുന്നത്, റെസ്റ്റോറേഷൻ ലിറ്ററേച്ചറിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഇറ്റ് ഗേവ് വേ ടു റിയലിസം, പ്രിസിഷൻ ആൻഡ് എലഗന്റ് എക്സ്പ്രഷൻ. യാഥാർത്ഥ്യത്തിനും കൃത്യതയ്ക്കും അതുപോലെ തന്നെ എലഗന്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനും ആണ് ഏത് ഇമ്പോർട്ടൻസ് കൊടുത്തത്, റെസ്റ്റോറേഷൻ ലിറ്ററേച്ചർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. The Restoration writers paid scant heed to romantic fancy. Instead, they made it a point to practice a lucid style with clear, matter-of-fact sentences and with not a word more or a word less. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ എലിസബത്തൻ ഏജ് അതിൽ നിന്നാണ് ഇൻസ്പിറേഷൻ കൊണ്ടതെങ്കിലും എലിസബത്തൻ ഏജ് എങ്ങനെയായിരുന്നു, ഹൈലി റൊമാൻറ്റിക് ആയിരുന്നു. ബട്ട് റെസ്റ്റോറേഷൻ റൈറ്റേഴ്സ് എന്ത് ചെയ്തില്ല, അത്ര റൊമാൻറ്റിക് ഫാൻസിക്ക് അധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ അധികം ഓവറായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. പകരം അവരെന്ത് ചെയ്തു, ദേ യൂസ് ടു practice a lucid style with clear matter-of-fact sentences with not a word more or a word less. ഒരു വാക്ക് പോലും ആവശ്യമില്ലാതെ അധികമായിട്ടും ഒരു വാക്ക് പോലും കുറഞ്ഞു പോകാതെയും ഉള്ള ഒരു സ്റ്റൈലായിരുന്നു ആര് സ്വീകരിച്ചത്, റെസ്റ്റോറേഷൻ റൈറ്റേഴ്സ് സ്വീകരിച്ചത്. അവർക്ക് എന്താണോ പറയേണ്ടത് അത് ക്ലിയർ ആയിട്ട് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ടായിരുന്നു അവരെന്ത് ചെയ്തത്, എഴുതി വെച്ചത്. ആര്, റെസ്റ്റോറേഷൻ റൈറ്റേഴ്സ്. The Royal Society exhorted its members, who were writers, to use a close, naked, natural way of speaking as near to mathematical plainness as they can. അപ്പോൾ അതുപോലെ തന്നെ ആ റോയൽ സൊസൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു, ആര്, നമ്മുടെ കിങ് ചാൾസ് ദ സെക്കൻഡും അദ്ദേഹത്തിന്റെ കസിൻ പ്രിൻസ് റൂബർട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ റോയൽ സൊസൈറ്റി. ആൻഡ് അതിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ റോയൽ സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള റൈറ്റേഴ്സിനോട് റോയൽ സൊസൈറ്റി എന്തിന് ആഹ്വാനം ചെയ്തു, ടു റൈറ്റ് ഇൻ എ ക്ലോസ്, നേക്കഡ്, നാച്ചുറൽ വേ ഓഫ് സ്പീക്കിംഗ് ആസ് നിയർ ടു മാത്തമാറ്റിക്കൽ പ്ലെയിൻനെസ് ആസ് ദേ ക്യാൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള, ഉള്ളിലൊരർത്ഥം വെക്കാത്ത രീതിയിൽ, ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ, എഴുതാനായിട്ട് ആരാഹ്വാനം ചെയ്തു, റോയൽ സൊസൈറ്റിയുടെ മെമ്പേഴ്സിനോട്, റൈറ്റേഴ്സ് ആയിട്ടുള്ള മെമ്പേഴ്സിനോട് ആഹ്വാനം ചെയ്തു. ആൻഡ് അവിടുത്തെ ഒരു ലിറ്ററേച്ചർ സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ദ ഹീറോയിക് കപ്ലെറ്റ് വിച്ച് ഈസ് 2 അയാംബിക് പെൻഡാമീറ്റർ ലൈൻസ് റൈമിംഗ് ടുഗെദർ ബിക്കേം ദ പോപ്പുലർ വേഴ്സ് ഫോം. എന്താണ് ഹീറോയിക് കപ്ലെറ്റ് എന്നൊക്കെ നമ്മൾ പണ്ട് S1 പോർഷനിൽ റീഡിംഗ് പോയട്രി എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. സോ ദ ഹീറോയിക് കപ്ലെറ്റ് വിച്ച് ഈസ് 2 അയാംബിക് പെൻഡാമീറ്റർ ലൈൻസ് റൈമിംഗ് ടുഗെദർ became the popular verse form in the Restoration literature. ആൻഡ് ഇൻ ഡ്രാമയുടെ കേസ് പറയുകയാണെങ്കിൽ ആ ഒരു പ്യൂരിറ്റൻ ടൈമിലുള്ള ആ ഒരു ബാനും എല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ്രാമ. സോ ഇൻ ഡ്രാമ ദ ടെൻഡൻസി ടു വൾഗർ റിയലിസം ഈസ് പെർട്ടിക്കുലർലി ഡിസേണബിൾ എന്ന് പറഞ്ഞാൽ വിസിബിളി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്ത്, ദ ടെൻഡൻസി ടു വൾഗർ റിയലിസം. എന്തുകൊണ്ടാണ്, ആ ഒരു സൊസൈറ്റി പെട്ടെന്നൊരു ഫ്രീഡം കിട്ടിയപ്പോൾ ഉണ്ടായ ആ ഒരു മോറൽ ഡിറ്റീരിയർനെസ് എന്തിലുണ്ട്, നമ്മുടെ ആ ഒരു റെസ്റ്റോറേഷൻ ഡ്രാമയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്തു, ഇൻ ഡ്രാമ ദ ടെൻഡൻസി ടു വൾഗർ റിയലിസം ഇസ് പെർട്ടിക്കുലർലി ഡിസേണബിൾ. The Restoration dramatists painted contemporary society with all its licentiousness and waywardness. ആ ഒരു സൊസൈറ്റി എങ്ങനെയാണോ അത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാണോ സൊസൈറ്റി അതിന്റെ ഒരു ക്ലിയർ റിഫ്ലക്ഷൻ ആയിരുന്നു ഏതിൽ കാണിക്കാൻ ശ്രമിച്ചത്, ഡ്രാമയിലൂടെ പ്ലേ റൈറ്റ്സ് കാണിക്കാനായിട്ട് ശ്രമിച്ചത്. അതല്ലെങ്കിൽ അതിന് ഒരു ജനങ്ങൾ എല്ലാവരും കാണുന്നതാണ് എന്ന് കരുതി ആ ഒരു ചെറിയ രീതിയിലൊരു ഫാമിലി ഫ്രണ്ട്ലി ആക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. സൊസൈറ്റി എങ്ങനെയാണോ അതിന്റെ ആ ഒരു പ്യുവർ വൾഗർനെസ് അല്ലെങ്കിൽ ആ ഒരു വേവാർഡ്നെസ് എല്ലാം എവിടെ കാണിക്കുന്നുണ്ട്,
അവിടുത്തെ ഡ്രാമയിൽ വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. Thus, with the Restoration, literature became intellectual rather than merely emotional and imaginative. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വേവാഡ്നെസ്സും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വൾഗർ റിയലിസവും ഒക്കെ കാണിക്കുന്നതിലൂടെ എന്ത് ചെയ്തു, കാണുന്ന ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, സൊസൈറ്റിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. സോ എന്ത് ചെയ്തു, thus with the Restoration, literature became intellectual rather than merely emotional and imaginative. അതിന് മുമ്പുള്ളത് വരെയുള്ള രീതി എങ്ങനെയായിരുന്നു, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇമോഷണൽ ആൻഡ് ഇമാജിനേറ്റീവ്, മനുഷ്യന്റെ വികാരങ്ങളെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ഇമാജിനേഷനെ കാണിക്കുന്നതായിരുന്നു. ബട്ട് റെസ്റ്റോറേഷൻ ടൈം മുതൽ എന്ത് ചെയ്തു, ലിറ്ററേച്ചർ ബിക്കേം ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതായി മാറി. ഏത്, നമ്മുടെ ലിറ്ററേച്ചർ. The Restoration writers reacted against the romanticism of the Elizabethan age. Wit and reason took the place of imagination. The writers tried to give a realistic picture of a corrupt court and society. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. എലിസബത്തൻ ഏജ് മൊത്തം ഹൈലി റൊമാൻറ്റിസൈസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തു, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കാണുന്നത്. റൊമാൻറ്റിസിസത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ റിയലിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. ആൻഡ് hence this period is often looked upon as antithetical to the Elizabethan age. And since John Dryden dominated this age, it is also known as the age of Dryden. അപ്പോൾ ഈ ഒരു ഏജ് അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറേഷൻ ഏജിനകത്ത് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഡോമിനേറ്റിംഗ് ഫിഗർ ആയിട്ടുണ്ടായിരുന്നത് ലിറ്ററേച്ചർ ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ ജോൺ ഡ്രൈഡൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജ് അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ ഏജിനെ എന്ത് ഏജ് എന്നും പറയാറുണ്ട്, ലിറ്ററേച്ചറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഏജ് ഓഫ് ഡ്രൈഡൻ. ഇപ്പൊ ഇത്രയുമാണ് ലിറ്ററേച്ചർ ഇൻ ദ റെസ്റ്റോറേഷൻ ഏജിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്.